വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് കാത്തിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ആരംഭിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത്. വീഡിയോ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ കാത്തിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജനുവരി മാസത്തെ 2000 രൂപയുടെ വിതരണം നാളെ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതം ക്രെഡിറ്റ് ആകുമ്പോൾ കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് 300, 200, 500 രൂപയുടെ കുറവുണ്ടാകും. കഴിഞ്ഞ മാസം നമുക്കറിയാം കേന്ദ്രവിഹിതം സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചിട്ടും 2 ആഴ്ചയ്ക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിന്റെ ഒരു വിതരണം ഉണ്ടായത്. ആ ഒരു പ്രയാസം ഈ മാസം ഉണ്ടാകുകയില്ല എന്ന് പ്രതീക്ഷിക്കാം. ഈ മാസത്തെ ജനുവരി പെൻഷൻ വിതരണം, അതായത് 2026 ആദ്യ മാസത്തെ പെൻഷൻ വിതരണം 27-ാം തീയതി മുതൽ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ചൊവ്വാഴ്ച മുതൽ തന്നെ കയറി തുടങ്ങും എന്നുള്ളതാണ്. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതം ക്രെഡിറ്റ് ആകും. കേന്ദ്രവിഹിതം ഉള്ള ആളുകൾക്ക് 1700, അതുപോലെ തന്നെ 1800, 1500 എന്നിങ്ങനെയാണ് ലഭിക്കുക. ബാക്കിയുള്ള തുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നീടാണ് എത്തിച്ചേരുക, എല്ലാ മാസവും ഉള്ളതുപോലെ തന്നെ. ബാക്കിയുള്ള ആളുകൾക്ക് കയ്യിലാണ് പെൻഷൻ വിതരണം ഉണ്ടാകുക. അത് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ട്രഷറി മുഖാന്തരം ലിസ്റ്റും പണവും എത്തേണ്ടതുണ്ട്. അത് കട്ട് ചെയ്ത് വിതരണം ചെയ്യുമ്പോൾ 2-3 ദിവസത്തെ താമസം ഉണ്ടാകും. എന്തായാലും 30-ാം തീയതിയോട് കൂടിയൊക്കെ ആ ഒരു പെൻഷൻ വിതരണവും ആരംഭിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ കയ്യിലും ബാങ്കിലും പെൻഷൻ വിതരണം ഫെബ്രുവരി 5-ന് മുമ്പ് പൂർത്തീകരിക്കുന്ന രൂപത്തിലായിരിക്കും വിതരണം ഉണ്ടാകുക. അങ്ങനെ കാത്തിരുന്ന ജനുവരി മാസത്തെ 2000 രൂപ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം എന്നുണ്ടാകും എന്നുള്ളതാണ് പല ആളുകളും ചോദിക്കുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഉടനെ തന്നെ അത് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപേക്ഷകളെല്ലാം സ്വീകരിച്ച് നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ ഇതിനകം തന്നെ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. മാസം 1000 രൂപയാണ് 35 മുതൽ 60 വയസ്സ് വരെയുള്ള മറ്റ് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് ലഭിക്കുന്നത്. BPL കുടുംബങ്ങളിലായി, അതായത് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ BPL റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെല്ലാം ഈ അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അവർക്ക് BPL റേഷൻ കാർഡിന് അർഹതയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ആദ്യം BPL റേഷൻ കാർഡിന് അപേക്ഷ നൽകുകയും BPL റേഷൻ കാർഡ് കരസ്ഥമാക്കിയതിന് ശേഷം പിന്നീട് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുകയും വേണം. അപ്പോൾ ഇതിന്റെ അർഹതാ മാനദണ്ഡങ്ങൾ എന്നെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അർഹതയുള്ളവരെല്ലാം അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തായാലും ഉടനെ അതിന്റെ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പെൻഷൻ വർദ്ധിപ്പിച്ചത്. അതോടൊപ്പം കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് അതിന്റെ ആദ്യ ഗഡുവിന്റെ വിതരണം പൂർത്തീകരിച്ചു. അപ്പോൾ ഇത് വലിയ താമസമില്ലാതെ തന്നെ വിതരണം ചെയ്യും. കാരണം മാർച്ച് മാസം അവസാനത്തോടു കൂടിയിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കും. അതിനു മുമ്പ് ഈ ഒരു പെൻഷൻ ഒരു ഗഡുവെങ്കിലും വിതരണം ചെയ്ത് തുടങ്ങും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം.